വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം ഒരു 70 പേർക്കോളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു വെക്കുക. അപ്പോൾ ഫ്രൂട്ട് സലാഡ് പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട് അല്ലേ. ഇതുപോലെ കസ്റ്റാർഡ് ക്രീം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഐസ്ക്രീം ഫ്രൂട്ട്സിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്. അപ്പോൾ പല രീതിയിലായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിയിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പലർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എന്നാലും അറിയാത്തവർക്കായിട്ട് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഫ്രൂട്ട്സ് ആണ് ആവശ്യമുള്ളത്. പുളിയില്ലാത്ത ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഗ്രേപ്സ്, മാംഗോ, ആപ്പിള്, അതുപോലെ തന്നെ മാതളം, പഴം, അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ നമ്മൾ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അതൊന്ന് വേവിച്ചിട്ട് വേണം ഈ ഒരു ഫ്രൂട്ട് സലാഡിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു 200 ഗ്രാമോളം വേണം കേട്ടോ. ഒരു പാക്കറ്റ് 100 ഗ്രാമാണ്. അങ്ങനത്തെ 2 പാക്കറ്റോളം വേണം. ഇനി ഒരു പാനിലേക്ക് ഞാൻ 3 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാലിൽ നിന്ന് കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു 3 ലിറ്റർ പാലിലേക്ക് ഏകദേശം ഒരു 200 ഗ്രാം കസ്റ്റാർഡ് പൗഡർ വേണം കേട്ടോ. 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പാക്കറ്റും അതുപോലെ തന്നെ ഒരു പാക്കറ്റിൻ്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് 2 പാക്കറ്റ് തന്നെ എടുക്കുക കേട്ടോ. എന്നാലാണ് ഈ ഒരു കസ്റ്റാർഡ് ക്രീം അത്യാവശ്യം നല്ലവണ്ണം തന്നെ നമുക്ക് കുറുകി കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പാലിലേക്ക് ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല കേട്ടോ. ഈ ഒരു കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്താലും കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു മധുരം പാകാവുള്ളൂ. അപ്പോൾ മക്കളിവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം പാൽ അത്യാവശ്യം നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് ഒന്നും കൂടിയും ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒരു കയ്യിൽ ഒരു തവി വെക്കുക, മറ്റേ കൈ കൊണ്ട് കുറച്ചായിട്ട് ഈ ഒരു കസ്റ്റാർഡ് ക്രീം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നല്ലോണം കുറുക്കിയെടുക്കുക. ഇനി കസ്റ്റാർഡ് ക്രീം നല്ലോണം കുറുകി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കസ്റ്റാർഡ് ക്രീമിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിളാണ്, അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കസ്റ്റാർഡ് ക്രീം ചൂടൊക്കെ ആറി അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഫ്രൂട്ട്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു കസ്റ്റാർഡ് പൗഡർ എൻ്റെ അടുത്ത് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലൂസാണ് കേട്ടോ ഈ ഒരു കസ്റ്റാർഡ് ക്രീം. അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 200 ഗ്രാം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലവണ്ണം കുറുക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി അത് ലൂസാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു കസ്റ്റാർഡ് ക്രീം അത്യാവശ്യം നല്ലോണം തന്നെ കുറുക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിളില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ലോണം തന്നെ കുറുക്കിയെടുക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം തന്നെ കുറുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അത് തണുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോരോ ബൗളിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പെരുന്നാളിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഓരോരോ ബൗളിലാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ബൗളിലും ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ പാത്രത്തിലും ആക്കിയിട്ടുണ്ട്. പെരുന്നാളിന് നമുക്ക് ഓരോരോ വീട്ടിലേക്ക് കൊടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ നിങ്ങളുണ്ടാക്കുന്ന സമയത്ത് ഫ്രൂട്ട്സിൻ്റെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ എടുത്തതിലും കുറച്ചും കൂടി കൂടുതലായിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം എടുത്ത് പുറത്ത് വെച്ച് അതൊന്ന് ലൂസായിട്ട് വരുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉള്ളത്. ചിലവർക്ക് അതായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. പക്ഷേ എന്നാലും ആ ഒരു ലൂസായിട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല കട്ടിയോടെ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടിയും നല്ലത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കസ്റ്റാർഡ് ക്രീം ഉണ്ടാക്കിയിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഫ്രഷ് ക്രീമും ഐസ്ക്രീമും ഒക്കെ വെച്ചിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകുന്ന ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് ക്രീം വെച്ചിട്ടാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്.